അതെ, എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുകയാണോ? ഞങ്ങളിവിടെ സുഖമായിട്ടൊക്കെ ഇരിക്കുക കേട്ടോ. ഇപ്പോഴത്തെ കാലാവസ്ഥ എങ്ങനെയൊക്കെയുണ്ട് എല്ലായിടത്തും? ഇവിടെ നല്ല മഴ കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് മാത്രം ഇടയ്ക്കിടയ്ക്ക് നല്ല വെയിലുമാണ്. ഇന്ന് രാവിലെ നല്ല മഴയായിരുന്നു. ഇപ്പം ഇത്തിരി എന്തായാലും വെയിലടിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ദാ നമ്മൾ കൊണ്ടുവച്ച ചെടികളൊക്കെ ഒരുവിധമൊക്കെ ചിലതൊക്കെ പോയി, ചിലതൊക്കെ ഉണ്ട്. ചങ്ങലം പുരണ്ടയൊക്കെ അല്ലേ, അതൊക്കെ ഒരുവിധമൊക്കെ മൊത്തം ഉണങ്ങി പോയിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു 3-4 കമ്പ് നിൽപ്പുണ്ട്, അത് പിടിക്കുകയോ ഇല്ലയോ ഒന്നും അറിയത്തില്ല. പിന്നെ ഇതാ നമ്മുടെ റോസാക്കമ്പൊക്കെ ബാക്കിയൊക്കെ ഉണങ്ങിപ്പോയി. 2 കമ്പൊക്കെ എന്തായാലും പച്ചയും ജീവനൊക്കെ ഉണ്ട്. പിന്നെ എന്താ നമ്മുടെ കറ്റാർ വാഴ കണ്ടപ്പോൾ 1-2 കമൻറ്റ് ഞാൻ കണ്ടു. ഇത് ഒറിജിനലാണോ പ്ലാസ്റ്റിക് ആണോ എന്ന്. ഒറിജിനലാട്ടോ. ഒറിജിനൽ ആയതുകൊണ്ടല്ലേ നമ്മൾ വെളിയിൽ വെച്ച് വെള്ളമൊക്കെ ഒഴിക്കുന്നത്. പിന്നെ ഇതാ നമ്മുടെ തക്കാളി കുട്ടന്മാരൊക്കെ നല്ല രീതിയിൽ തൈയൊക്കെ പിടിച്ച് വരുന്നുണ്ട്. പിന്നെ ഈ കറിവേപ്പ് ഞാൻ അന്ന് കായംകുളത്തുനിന്ന് കൊണ്ടുവന്നതാണ്. അത് പക്ഷെ വെച്ചതിൽ നിന്ന് ഒരനക്കം പോലും ഇല്ല കേട്ടോ. അങ്ങനെ ഇരിക്കുകയാണ്. ആരൊക്കെയോ അന്ന് കമൻറ്റ് ചെയ്തായിരുന്നു ഇതുകൊണ്ട് നമ്മൾ കൊണ്ട് വെച്ചാൽ അങ്ങനെ പിടിക്കത്തില്ല കറിവേപ്പ് എന്നൊക്കെ. ശരിയാണ് കേട്ടോ. പിന്നെ ഇതാ എൻ്റെ മണി പ്ലാന്റ് നല്ല രീതിയിൽ പിടിച്ചു വന്നെയാണ്. ഇപ്പം എന്തോ അതിനകത്ത് ഫംഗസ് പോലെ എന്തോ വന്നു എന്ന് തോന്നുന്നു കേട്ടോ. ഇതാ എൻ്റെ ചെവിട് കൊണ്ട് അഴുകി പോകുന്നുണ്ട്. ഞാൻ പറിച്ചിട്ട് പിന്നെയും നട്ട് നോക്കി, പിന്നെ അത് തന്നെ വരുന്നു. ഇനി അതിൽ തന്നെ നിർത്തുന്നതുകൊണ്ടാണോ എന്ന് അറിയത്തില്ല. അതിനി മാറ്റി നടണം. എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത് അറിയത്തില്ല. പിന്നെ അത് ചെടികളൊക്കെ ഒരുമാതിരി ഒരു പൂച്ചയുണ്ട് കേട്ടോ. അത് വന്നിട്ട്, പൂച്ച എന്നൊക്കെ പറഞ്ഞാൽ ചിലടത്ത് ചീത്തയാന്നൊക്കെ പറയുന്നുണ്ട്, എനിക്കറിയില്ല. ഇവിടെ ഞങ്ങൾ അങ്ങനെയൊക്കെയായിട്ട് പറയുന്നത്. ചെറിയ വണ്ട് പോലെ തന്നെയാണ് അങ്ങനെ പറയുന്നത്. അത് വന്നിരുന്നിട്ട് മൊത്തവും തിന്ന് നശിപ്പിച്ച് കളയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇലയെല്ലാം അങ്ങനെ തിന്ന് നശിപ്പിച്ച് കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് പോകാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും നമ്മളിങ്ങനെ ഉണ്ടാക്കി ലിക്വിഡ് പോലെയൊക്കെ ഒഴിക്കുകയാണെങ്കിൽ അത് പോകുമല്ലോ. അങ്ങനെ എന്തെങ്കിലും ആർക്കെങ്കിലും അറിയാമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ ഇതാ ഈ നിൽക്കുന്നത് എന്താണെന്ന് അറിയോ? ഇത് ചീവക്കിഴങ്ങാണ്. നമ്മുടെ കൂർക്ക എന്നൊക്കെ പറയത്തില്ലേ, ആ സാധനമാണ് കേട്ടോ. കുറേയൊക്കെ എനിക്ക് അമ്മ അന്ന് വന്നപ്പോൾ വാങ്ങിച്ചുകൊണ്ട് വന്നതായിരുന്നു. അതാണ് ഇപ്പുറത്ത് നിൽക്കുന്നത് കേട്ടോ. അതിൽ കുറേയൊക്കെ ഇങ്ങനെ കിളിച്ചിട്ടുണ്ടായിരുന്നു. കിളിച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ അമ്മ പറഞ്ഞത് കഴിക്കണ്ടായിരുന്നു. അങ്ങനെ ഞാനെടുത്ത് ഇതാ അവിടെ കൊണ്ട് നിട്ട കേട്ടോ. അതെല്ലാം പൊട്ടി കിളിച്ചിട്ടുണ്ടായിരുന്നു. കിളിച്ചിരുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് കിളിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഇതാ നമ്മുടെ പാവലും പിന്നെ എന്തോ പയറോ മത്തനോ എന്തൊക്കെയോ അവിടെ കിളിച്ച് വരുന്നുണ്ട്. ഞാൻ പച്ചക്കറിയുടെ വേസ്റ്റ് കൊണ്ട് എടുത്ത സ്ഥലമാണ് കേട്ടോ. അതുകൊണ്ട് അതെല്ലാം കിളിച്ച് ഇങ്ങനെ വന്നിപ്പുണ്ട്. എന്തെങ്കിലുമൊക്കെ പിടിക്കുന്നെങ്കിൽ പിടിക്കട്ടെ. അതുകൊണ്ടാണ് ആ ഒരു കമ്പ് ഞാനവിടെ കുഴിച്ച് വെച്ചേക്കുന്നത്. പാവലൊക്കെ പടന്ന് കയറുന്നെങ്കിൽ കയറട്ടെ എന്നും പറഞ്ഞിട്ട്. അങ്ങനെ അതൊക്കെ കുറച്ച് നേരം നോക്കി നിന്ന് സമയം കളഞ്ഞപ്പോൾ അതാ കുഞ്ഞൻ എനിക്ക് ചായ ഇട്ട് തന്നു കേട്ടോ. ഇന്ന് കുഞ്ഞൻ്റെ വകയാണ് ചായ. അങ്ങനെ ചായയും പിന്നെ റസ്ക്കും ഒക്കെ ആയിട്ട് ഞങ്ങൾ രണ്ടുപേരും സിറ്റ് ഔട്ടിൽ വന്നിട്ട് ഇങ്ങനെ കുടിക്കുകയും കഴിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു കേട്ടോ. അങ്ങനെ വെളിയിൽ വന്നിരുന്ന് കഴിക്കാനും കുടിക്കാനൊക്കെ നല്ല രസമാണ്. പുറത്തോട്ട് ഇങ്ങനെ ഭംഗിയൊക്കെ ആസ്വദിച്ചിരിക്കാമല്ലോ. അത് കഴിഞ്ഞപ്പോഴാണ് കുറച്ച് വേസ്റ്റ് ഇരിപ്പുണ്ട് കത്തിക്കാൻ വേണ്ടി, പേപ്പറും കാര്യങ്ങളൊക്കെ. ഈ മറന്നു പോകും കേട്ടോ. ഞാൻ അങ്ങനെ എന്നും വിചാരിക്കും എടുത്ത് കത്തിക്കണം. പക്ഷേ ഇന്ന് കൂടുതലായിട്ട് ഇരിക്കുകയാണ്. ഇന്നും കൂടെ കത്തിച്ചില്ലെങ്കിൽ അത് പിന്നെ വെക്കാൻ സ്ഥലം കിട്ടത്തില്ല. അതുകൊണ്ട് പിന്നെ അത് ഞാനും കുഞ്ഞനും കൂടെ എനിക്ക് കുഞ്ഞൻ പിന്നെ എടുത്തുകൊണ്ട് തന്നു കേട്ടോ. കുറേയൊക്കെ പിറകെ എടുത്തുകൊണ്ട് വന്നു. അങ്ങനെ പിന്നെ കത്തിച്ചു. ആദ്യം കുറച്ച് നല്ല പാട് വിട്ടു ഒന്ന് കത്തിക്കാൻ. ഇതിന് മുന്നേ കുറേ പേര് വന്ന് ഇവിടെ വേസ്റ്റ് കത്തിച്ചതേ ഉള്ളൂ. എന്നാലും നമ്മൾ വന്നപ്പോഴത്തേക്ക് അതൊക്കെ അണഞ്ഞിട്ടുണ്ടായിരുന്നു. ഇല്ലെങ്കിൽ അതിൻ്റെ കൂട്ടത്തിൽ ഇട്ടങ്ങ് കത്തിച്ചാൽ മതിയായിരുന്നു. അങ്ങനെ ഇത് തീരുന്നവരെ അവിടെ നിൽക്കും കേട്ടോ. നല്ല പുകയുണ്ടായിരുന്നു. അത് ഇല്ലെങ്കിൽ ചിലപ്പോൾ നനഞ്ഞ് കിടക്കുന്നതുകൊണ്ട് കത്താൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് നമ്മളെല്ലാം നീക്കിയിട്ട് കത്തിച്ചതിന് ശേഷം ഞാൻ അവിടെ നിന്ന് വരാറുള്ളൂ കേട്ടോ. ഇല്ലെങ്കിൽ പിന്നെ അത് അവിടെ കിടന്ന് നനഞ്ഞ് ഒരുമാതിരി അഴുകി കിടക്കുമല്ലോ. അങ്ങനെ ആ വേസ്റ്റൊക്കെ കത്തിച്ച് പേപ്പറൊക്കെ കത്തിച്ചതിന് ശേഷം പിന്നീട് വന്നിട്ട് നമുക്ക് രാത്രിയിലേക്ക് എന്തെങ്കിലും ഉണ്ടാക്കണമല്ലോ. അപ്പോൾ അതിനുള്ള ഒരുക്കമാണ്. കുറച്ച് ഉള്ളി പൊളിച്ചെടുക്കുന്നുണ്ട്. ഇന്ന് ഞാനൊരു സ്പെഷ്യലായിട്ടാണ് ഉണ്ടാക്കുന്നത്. ചിക്കൻ കറിയാണ്, പക്ഷേ ഒരു സ്പെഷ്യലാണ്. എന്തെന്ന് വെച്ചാൽ നമ്മുടെ തമിഴ്നാട് സ്റ്റൈലിൻ ചിക്കൻ കറിയാണ് ഞാനിന്ന് വെക്കുന്നത് കേട്ടോ. അപ്പോൾ റീല് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അങ്ങനെ വെക്കുകയാണ്. കുഞ്ഞൻ കഴിക്കുകയോ ഇല്ലയോ എന്നൊരു ഡൗട്ടുണ്ട്. ആൾക്ക് ചിക്കൻ കറി അങ്ങനെ അത്ര അങ്ങ് ഫേവറേറ്റ് അല്ല കേട്ടോ. എന്തെങ്കിലും സ്പെഷ്യലായിട്ട് വെറൈറ്റി ആയിട്ട് വെച്ച് കൊടുത്താൽ മാത്രമേ ആൾ കഴിക്കത്തുള്ളൂ. അതുകൊണ്ട് ഞാൻ നമ്മളുടെ നോർമൽ ചിക്കൻ കറി ആയിട്ടല്ല വെക്കുന്നത്, കുറച്ച് വെറൈറ്റി ആയിട്ടാണ് വെക്കുന്നത്. എനിക്കും ഇഷ്ടപ്പെടുകയോ ഇല്ലയോ എന്ന് അറിയത്തില്ല. കാരണം നമ്മുടെ മസാലയല്ല, ഒരു പ്രത്യേക മസാലയൊക്കെ ചേർത്താണ് വെക്കുന്നത്. അതിന് ഞാൻ ചിക്കൻ നേരത്തെ തന്നെ ഞാനൊന്ന് മസാല പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു റെസ്റ്റ് ചെയ്യാൻ വേണ്ടി. അതുകൊണ്ട് കഴുകി വൃത്തിയാക്കി വെച്ചിരുന്ന ചിക്കനകത്തോട്ട് പൊടികളായ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ജീരകത്തിൻ്റെ പൊടി ഒരു 1/4 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. പിന്നെ ഗരം മസാല, കുരുമുളക് പൊടി, ഉപ്പ് ആവശ്യത്തിനുള്ളത് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കണം കേട്ടോ. ഞാനിത് ആദ്യം ചേർത്തത് നിങ്ങളെ കാണിക്കാൻ വിട്ടുപോയി. അതും കൂടെ ചേർത്ത് ഒരു നാരങ്ങ പിഴിഞ്ഞതും കൂടെ അതിനകത്ത് പിഴിഞ്ഞൊഴിച്ച് അതും കൂടെ ചേർത്ത് നല്ല രീതിയിൽ കൈകൊണ്ട് മിക്സ് ചെയ്തെടുക്കുക. അരപ്പൊക്കെ നല്ല രീതിയിൽ ആ ഒരു നമ്മുടെ ചിക്കനകത്ത് പിടിക്കുന്ന രീതിയിൽ നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇത് നമുക്കൊരു 10 മിനിറ്റ് എങ്ങാനും ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. ഞാൻ 10 മിനിറ്റ് അല്ല, അതിൽ കൂടുതൽ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുന്നുണ്ട്. നമ്മൾ കൂടുതൽ നേരം വെക്കുമ്പോൾ അതിനനുസരിച്ചിട്ട് ആ ഒരു
മസാലയൊക്കെ അതിനകത്ത് പിടിച്ച് നല്ല രീതിയിൽ സെറ്റായിട്ട് വരും കേട്ടോ. അപ്പോൾ ഒരു മാക്സിമം ഒരു 10 മിനിറ്റെങ്കിലും വെക്കണമെന്നേ ഉള്ളൂ. ഒരു 10 മിനിറ്റ് കൂടുതൽ വെക്കുന്നത് നല്ലതാണ്. അങ്ങനെ ഞാനിത് മസാല പുരട്ടി എല്ലാം സെറ്റാക്കി ഫ്രിഡ്ജിനകത്ത് നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് കറി വെക്കാനുള്ളത് റെഡിയാക്കി എടുക്കാം. അതായത് അരിഞ്ഞ് വെക്കാനുള്ളതും ചതച്ച് വെക്കാനുള്ളതൊക്കെ ചതച്ചെടുക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ ഇതാ കുഞ്ഞുള്ളി ഞാൻ മിക്സിയുടെ ജാറിനകത്തിട്ട് ഒന്ന് അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഒരുപാട് അങ്ങ് പേസ്റ്റ് പോലല്ല, ഒന്ന് ചതച്ച് ഒന്ന് അരച്ചെടുക്കുന്നുണ്ട്. പുതിയ മിക്സി ആയതുകൊണ്ട് പെട്ടെന്ന് അരിഞ്ഞ് കിട്ടുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇത് അത്രയും സാധനങ്ങളായിരുന്നു ഞാൻ അരിഞ്ഞ് വെച്ചിരുന്നത്. അപ്പോൾ ഇനി നമുക്കൊരു പാത്രം വെച്ച് അതിനകത്ത് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. 2-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. പിന്നെ സ്പൈസസ് ആവശ്യത്തിനുള്ളത് ചേർത്ത് കൊടുക്കാം. പിന്നെ അത് ചതച്ച് വെച്ചിരുന്ന ഉള്ളിയും കൂടെ ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് വാടി വന്നാൽ മതി. വാടി വന്നതിന് ശേഷം പെട്ടെന്ന് നമുക്ക് ഇതിനകത്തോട്ട് നമ്മൾ അരിഞ്ഞ് വെച്ചിരുന്ന സവോള ചേർത്ത് കൊടുക്കാം. സവോള ഞാൻ 2 മീഡിയം സൈസ് സവോളയാണ് കേട്ടോ എടുത്തേക്കുന്നത്. അതും ചെറുതായിട്ട് പൊടിയായിട്ട് അരിഞ്ഞതാണ്. അതും കൂടെ ഇതിനകത്ത് ചേർത്ത് കൊടുക്കുക. ലേശം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക, പെട്ടെന്ന് വഴണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഉപ്പും കൂടെ ചേർത്തതിന് ശേഷം ഒന്ന് വഴറ്റി എടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു നല്ല രീതിയിൽ വെന്ത് ഒന്ന് വഴണ്ട് വരുന്ന സമയത്ത് നമുക്ക് ഇതിനകത്തോട്ട് പൊടിയായിട്ട് അരിഞ്ഞ് വെച്ചിരുന്ന തക്കാളി ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇത് ഞാനൊരു 2 മീഡിയം സൈസ് തക്കാളിയാണ് എടുത്തേക്കുന്നത്. അതും പൊടിയായിട്ട് അരിഞ്ഞിട്ട് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 ടേബിൾ സ്പൂൺ, പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്തതിന് ശേഷം ഇത് നല്ല രീതിയിൽ ഒന്ന് വഴണ്ട് വരണം കേട്ടോ. അതായത് ഈ ഒരു തക്കാളി നല്ല ഉടഞ്ഞ് ഒന്ന് വഴണ്ട് വരുന്ന സമയത്ത് നമുക്കിനകത്ത് ബാക്കിയുള്ള കാര്യങ്ങൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് നല്ല രീതിയിലൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ഇവിടുത്തെ രീതിയിലല്ല ചെയ്യുന്നത്, തമിഴ്നാട് സ്റ്റൈലാണ്. ഇതിനകത്ത് വന്നിട്ട് കമൻറ്റ് ചെയ്യരുത് ഇത് അങ്ങനെയല്ല ഇങ്ങനെയല്ല, ഇത് അവർ വെക്കുന്നത് അങ്ങനെയാണ്. അതെനിക്ക് റീൽസ് കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടോണ്ട് ഞാൻ ജസ്റ്റ് അതേപോലെ വെക്കുന്നു എന്ന് മാത്രം. അങ്ങനെ ഇതാ നമ്മുടെ തക്കാളിയും എല്ലാം വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ മസാല പുരട്ടി വെച്ചിരുന്ന നമ്മുടെ ചിക്കൻ ഇതിനകത്ത് തട്ടി കൊടുക്കുക കേട്ടോ. ചിക്കനും കൂടെ തട്ടിയിട്ട് ലേശം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് നമ്മൾ ഓൾറെഡി ചിക്കന് ചേർത്തത് കൊണ്ട് ഒരുപാട് അങ്ങ് ചേർക്കണ്ട, പിന്നീട് വേണമെങ്കിൽ നമുക്ക് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. ലേശം ഉപ്പും കൂടെ ചേർത്തിട്ട് ഒന്ന് നല്ല രീതിയിൽ 2-3 മിനിറ്റ് ഒന്ന് ഇളക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് ഞാൻ കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിനകത്ത് ആ ഒരു വീഡിയോയിൽ ഞാൻ കണ്ടത് മുളക് പൊടി ചേർത്തിട്ട് അന്നേരം തന്നെ വെള്ളം ഒഴിക്കുന്നതാണ്. ഇത് മുളക് പൊടി ആ ഒരു പച്ച കുത്ത് കാണുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാനിത് ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ല രീതിയിലൊന്ന് ഇളക്കി അതൊന്ന് റോസ്റ്റ് പരുവായതിന് ശേഷം മാത്രമാണ് ഇതിനകത്ത് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതാ 2-3 മിനിറ്റോളം ഞാനിത് നല്ല രീതിയിലൊന്ന് ഇളക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തീ ഒന്ന് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നല്ല രീതിയിലൊന്ന് ഒന്നും കൂടെ ഒന്ന് ഇളക്കി ഒന്ന് എടുത്തതിന് ശേഷം ഇതിനകത്ത് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചൂടുവെള്ളം വേണമെങ്കിൽ ചൂടുവെള്ളം ചേർക്കാം, പച്ചവെള്ളം വേണമെങ്കിൽ പച്ചവെള്ളം ചേർത്ത് കൊടുക്കാം. എന്തായാലും ഞാനൊരു 1/4 കപ്പ് വെള്ളം ഇതിനകത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരുപാട് അങ്ങ് വേണ്ട, കാരണം നമുക്കൊന്ന് കുറുകിയിരിക്കണം കേട്ടോ കറി. ഒരുപാട് ഇങ്ങനെ ലൂസായിട്ടുള്ള പരുവത്തിനല്ല എടുക്കുന്നത്. അപ്പോൾ നമ്മൾ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് നല്ല രീതിയിൽ ഇളക്കിയതിന് ശേഷം ഇത് നമുക്ക് അടച്ച് വെച്ച് ഒന്ന് കുക്ക് ചെയ്യാം. അപ്പോൾ ഇന്ന് രാത്രിയിലേക്ക് നമുക്ക് ചിക്കൻ കറിയും അപ്പമാണ് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ അപ്പത്തിൻ്റെ മാവ് ഞാൻ രാവിലെ തന്നെ അരച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് പൊങ്ങിയൊക്കെ വന്നിങ്ങനെ ഇരിക്കാൻ ഞാൻ ഫ്രിഡ്ജിനകത്ത് പിന്നെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു പൊളിച്ചു പോകാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊന്ന് കലക്കിയൊക്കെ എടുക്കുന്നുണ്ട്. നമുക്ക് ഇത്രയും മാവിൻ്റെ ആവശ്യമില്ല, ഞങ്ങൾ രണ്ടുപേരല്ലേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾക്ക് രണ്ടുപേരും മാത്രം ഉള്ളത് എടുത്തിട്ട് ബാക്കി ഫ്രിഡ്ജിൽ വെക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നല്ല രീതിയിൽ ഒന്ന് ഇളക്കി സെറ്റാക്കി എടുക്കുന്നുണ്ട്. പിന്നെ ഇടയ്ക്കൊന്ന് ചിക്കൻ കറി ഒന്ന് തുറന്ന് നോക്കി ഒന്ന് ഇളക്കി കൊടുക്കണം. വെള്ളം കുറവായതുകൊണ്ട് അടുക്കി പിടിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അത് നമ്മൾ അലൂമിനിയം പാത്രത്തിലും കൂടെ അല്ലേ വെച്ചേക്കുന്നത്. എനിക്ക് ഇച്ചിരി വലിപ്പമുള്ളത് ഈ ഒരു ചട്ടിയേ ഉള്ളായിരുന്നു കേട്ടോ, ചീനിച്ചട്ടി. അതുകൊണ്ടാണ് ഞാൻ ഇതിനകത്ത് വെച്ചത്. ചിക്കൻ ഇച്ചിരി കൂടുതലായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് മേടിച്ച് വെച്ചിട്ട് ഞാൻ 2-3 ഇതായിട്ടായിരുന്നു എടുത്തത് ചിക്കൻ. നമുക്ക് ഒരുപാട് അങ്ങ് കുഞ്ഞനങ്ങനെ ഇരുന്ന് കഴിക്കത്തില്ല കേട്ടോ. ഒന്ന് ഫ്രൈ ചെയ്യുമോ, അല്ലെങ്കിൽ ഈ ചിക്കൻ്റെയൊക്കെ വെറൈറ്റി ആയിട്ട് അൽഫാം, ഇതിട്ട് ബ്രോസ്റ്റഡ് അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെയാണ് മെയിനായിട്ട് കുഞ്ഞൻ കഴിക്കത്തുള്ളൂ. കറി വെച്ച് അങ്ങനെ അധികം കഴിക്കത്തില്ല. അതുകൊണ്ട് ഞാനിങ്ങനെ ഓരോന്നും ഇഷ്ടമുള്ള സാധനങ്ങൾ നോക്കി ഉണ്ടാക്കാറാണ് കേട്ടോ പതിവ്. കുറേശ്ശെയായിട്ട് അതാവുമ്പോൾ എല്ലാം ടേസ്റ്റ് ചെയ്ത് നോക്കാമല്ലോ. അങ്ങനെ ചിക്കൻ കറി അടുപ്പത്തും ഇപ്പുറത്തോട്ട് അപ്പത്തിൻ്റെയും കൂടെ ആക്കുന്നുണ്ട്. എനിക്ക് ഈ അപ്പച്ചട്ടി നോൺ സ്റ്റിക്കിനേക്കാളും എനിക്ക് ഇരുമ്പ് അപ്പച്ചട്ടിയാണ് കേട്ടോ ഒരുപാട് ഇഷ്ടം. എനിക്ക് അതെവിടെയെങ്കിലും കാണുവാണെങ്കിൽ മേടിക്കണം. എനിക്ക് അതിനകത്ത് അപ്പം ചുട്ട് കഴിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. നല്ല മൊരിഞ്ഞിട്ട് ഇങ്ങനെ പൊങ്ങി വരുമല്ലോ, അടിപൊളിയാണ്. ഇതും നമുക്ക് നന്നായിട്ട് കിട്ടുകയൊക്കെ ചെയ്യും. പക്ഷെ അതിനകത്ത് കഴിക്കാൻ ഒരു കൊതിയുണ്ട് കേട്ടോ. പണ്ട് നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കുമ്പോൾ ഇങ്ങനെ നോൺ സ്റ്റിക്ക് പാൻ അല്ലല്ലോ, ഇരുമ്പ് ചട്ടിക്കകത്ത് ഇങ്ങനെ അപ്പം ചുട്ടിങ്ങനെ അതിൻ്റെ സൈഡൊക്കെ മൊരിഞ്ഞിരിക്കും. നമ്മൾ കറിയൊന്നും ഇല്ലെങ്കിലും കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും. എനിക്കത് അങ്ങനെ കഴിക്കണം
കഴിക്കണം എന്നൊരാഗ്രഹമുണ്ട്. എവിടെയെങ്കിലും കിട്ടുവാണെങ്കിൽ മേടിക്കണം. അങ്ങനെ ഇതാ നമ്മുടെ ചിക്കൻ കറി ഒരുവിധം റെഡി ആയിട്ടുണ്ട്. വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുന്നുണ്ട്. ഞാൻ ഇച്ചിരി ഒരു ഗ്രേവിയിലാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ നമുക്ക് അപ്പത്തിനാണല്ലോ, കുഞ്ഞിന് ഇച്ചിരി ഗ്രേവി വേണം. അങ്ങനെ എന്നാലും പക്ഷെ നല്ല വറ്റിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുരുമുളക് ചേർത്തിട്ട് നല്ല രീതിയിലൊന്ന് ഇളക്കി ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിനകത്തോട്ട് ലാസ്റ്റ് ഇനി നമ്മൾ ചേർത്ത് കൊടുക്കുന്നതെന്ന് വെച്ചാൽ ഒരു പച്ചമുളകാണ്. എരിവുള്ളൊരു പച്ചമുളക് കേട്ടോ. അങ്ങനെ ഒരു പച്ചമുളകും പിന്നെ ലാസ്റ്റ് കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്തിട്ട് കുനുകുനാന്ന് അരിഞ്ഞ മല്ലിയില കേട്ടോ, അതും കൂടെ ചേർത്ത് നല്ല രീതിയിലൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. ഇതിനകത്ത് ലാസ്റ്റ് നമ്മുടെ രീതിയിൽ, നമ്മുടെ കേരള സ്റ്റൈൽ എന്നുള്ള രീതിയിൽ ഞാൻ കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പച്ച വെളിച്ചെണ്ണ ഒഴിക്കുമ്പോൾ വേറെ ലെവലാണ് കേട്ടോ, ഭയങ്കര ടേസ്റ്റിയാണ്. ഞാൻ എല്ലാ കറികൾക്കും, എല്ലാ കറി എന്ന് വെച്ചാൽ മിക്ക കറി, നമ്മുടെ കേരള സ്റ്റൈൽ കറികൾക്ക് എല്ലാത്തിനകത്തും ഞാൻ ഈ പച്ച വെളിച്ചെണ്ണ ലാസ്റ്റ് ഒഴിച്ചു കൊടുക്കും. നല്ല മണവും ടേസ്റ്റിയാണ്. അങ്ങനെ പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് ഇതാ അടച്ച് വെച്ചിട്ടുണ്ട്. നമ്മുടെ ചിക്കൻ കറി അങ്ങനെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അപ്പത്തിൻ്റെ ചട്ടി മാറ്റിയതിന് ശേഷം അതിനകത്ത് പാലൊന്ന് തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. തിളപ്പിച്ചൊന്ന് അടച്ച് ഒന്ന് എന്താ പറയുക, ഒന്ന് പോർവായിട്ട് അടയ്ക്കുമെന്നൊക്കെ പറയത്തില്ലേ, അതേപോലെ അടച്ച് വെക്കുന്നുണ്ട്. അതിൻ്റെ ചൂട് പോകാൻ വേണ്ടി നമുക്ക് ഇതിന് വേണ്ടിയിട്ടാട്ടോ, എന്തിനായിരുന്നു, തൈര് ഒഴിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അങ്ങനെ നമ്മുടെ ചിക്കൻ കറി അങ്ങനെ സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇത്തിരി ഞാൻ ഇത് തണുത്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇത് ഒന്നും കൂടെ വെള്ളം വറ്റി. ഞാൻ പിന്നെ ഇച്ചിരി ചൂടുവെള്ളം കൂടെ ഒഴിച്ച് ഒന്നും കൂടെ ചൂടാക്കി ഒന്ന് തിളപ്പിച്ചെടുത്തതാണ് കേട്ടോ. അതുകൊണ്ടാണ് ഇത്തിരിയെങ്കിലും ഗ്രേവി ഉള്ളത്. തണുത്ത് കഴിയുമ്പോൾ നന്നായിട്ട് ഗ്രേവി അങ്ങ് കുറച്ചും കൂടെ കട്ടിയാവുമല്ലോ കറിയൊക്കെ ഇരുന്ന്. അങ്ങനെ നമ്മുടെ അപ്പവും ചിക്കൻ കറിയൊക്കെ ആയിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ കഴിക്കുമായിരുന്നു. സംഭവം പറഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റാണ്. കാരണം നമ്മുടെ കേരള സ്റ്റൈൽ ചിക്കൻ കറിയുടെ ഒരു ടേസ്റ്റ് അല്ല, ഒരു വെറൈറ്റി ടേസ്റ്റാണ്. ഒരു മല്ലിയിലയുടെയൊക്കെ ഒരു ടേസ്റ്റും പിന്നെ ആ ജീരകത്തിൻ്റെ ഒരു ടേസ്റ്റും അങ്ങനെയൊക്കെ അതൊക്കെ ഇങ്ങനെ മുന്നിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുകയൊക്കെ ചെയ്തു കേട്ടോ. കുഞ്ഞിന് ഇഷ്ടപ്പെട്ടില്ല, ഇല്ലെങ്കിൽ കുഞ്ഞൻ കഴിക്കത്തില്ല ചിക്കൻ കറി, അത്രയും കണ്ട് ഇഷ്ടമല്ല ആൾക്ക്. പക്ഷേ ഇത് ഉണ്ടാക്കിയപ്പോൾ ആൾക്ക് ഇഷ്ടപ്പെടുകയൊക്കെ ചെയ്തു. അപ്പത്തിൻ്റെ കൂടെ കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റായിരുന്നു. ഇത് അപ്പത്തിൻ്റെ കൂടെ, ചോറിൻ്റെ കൂടെ, ചപ്പാത്തിയുടെ കൂടെ ഒക്കെ നമുക്ക് ചേർത്ത് കഴിക്കാൻ പറ്റുന്ന അടിപൊളി ഒരു കറിയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ തമിഴ്നാട് സ്റ്റൈൽ ചിക്കൻ കറി നിങ്ങൾക്ക് ഉണ്ടാക്കി നോക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ അഭിപ്രായം എനിക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. നിങ്ങൾക്കത് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന്. എല്ലാവർക്കും ഓരോരുത്തർക്കും ഓരോ ടേസ്റ്റ് അല്ലേ, ഇഷ്ടങ്ങളല്ലേ. എന്നിട്ട് നോക്കിയതിന് ശേഷം എന്തായാലും പറയണം കേട്ടോ. പക്ഷേ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, കുഞ്ഞിന് ഇഷ്ടപ്പെട്ടു. കുഞ്ഞിന് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചിലതൊന്നും ഇഷ്ടപ്പെടത്തേ ഇല്ല, പക്ഷേ ആൾക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. അതുകൊണ്ടാണ് നിങ്ങളുടെ ഞാൻ ട്രൈ ചെയ്ത് നോക്കാൻ പറഞ്ഞത് തന്നെ. അങ്ങനെ പിന്നെ അവിടേക്കൊന്ന് തുടച്ച് വൃത്തിയൊക്കെ ആക്കി എടുത്തതിന് ശേഷം പാലൊന്ന് ഉറയൊഴിച്ച് വെക്കുന്നുണ്ട്. പിന്നെ പാത്രങ്ങൾ എനിക്ക് അധികം കഴുകാൻ ഇന്ന് ഇല്ല കേട്ടോ. അതായത് കുഞ്ഞൻ വന്ന് കഴുകി തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്കിനി പാല് കാച്ചിയ പാത്രങ്ങളൊക്കെ ഉള്ളായിരുന്നു കഴുകി വെക്കാൻ. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ഫാമിലി മെമ്പറായ അൻസു ജോബിയുടെ മകളായ ഐമയുടെ ബർത്ത്ഡേ ഒക്ടോബർ 11 പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ മുബീന നൗഷാദിൻ്റെ മകൻ്റെ ബർത്ത്ഡേയും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒക്ടോബർ 8. പക്ഷെ മോൻ്റെ പേര് പറഞ്ഞിട്ടില്ല. എന്നാൽ കൂടി നമ്മുടെ ഫാമിലിയുടെയും വിഷസ് അറിയിക്കുകയാണ്. രണ്ട് മക്കൾക്കും ഒരുപാട് നാളിങ്ങനെ സന്തോഷം സമാധാനമായിട്ട് ദീർഘായുസ് നൽകി നിങ്ങൾ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിന്നെ പ്രിയ സബിക്ക് ഹായ് പറയാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ഒരു ഹായ് ഉണ്ട് കേട്ടോ. അങ്ങനെ പാത്രങ്ങളൊക്കെ കഴുകി വെച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ സിങ്കൊക്കെ കഴുകിയൊന്ന് വൃത്തിയാക്കുന്നുണ്ട്. ഇതൊക്കെ എൻ്റെ പണിയാട്ടോ. ഇത് കുഞ്ഞൻ വന്ന് ചെയ്ത് തരത്തില്ല. പാത്രം കഴുകുന്ന തന്നെ വലിയ ഭാഗ്യം. അതും വല്ലപ്പോഴും തോന്നണം കേട്ടോ. എപ്പോഴെങ്കിലും തോന്നുവാണെങ്കിൽ മാത്രമേ അതൊക്കെ ഒന്ന് സഹായിച്ച് തരത്തുള്ളൂ കേട്ടോ. അങ്ങനെ പാത്രമൊക്കെ കഴുകി, അതുകൊണ്ട് സിങ്കെല്ലാം ഞാൻ പിന്നെ വൃത്തിയാക്കിയതിന് ശേഷം അവിടേക്കൊന്ന് തൂത്തുവാരി ഒന്ന് വൃത്തിയാക്കിയിട്ടിട്ട് പോയി കിടക്കാമെന്ന് വെച്ചു. നമ്മൾ ഫുഡൊക്കെ വെക്കുന്ന സമയത്ത് ഓരോന്നൊക്കെ നമ്മുടെ കൈതട്ടിയും ഒക്കെ താഴത്തോട്ട് വീഴുമല്ലോ. അങ്ങനെ അതൊക്കെ ഒന്ന് തൂത്തിട്ടില്ലെങ്കിൽ ഇങ്ങനെ ആകെ അലങ്കോലമായിട്ട് കിടക്കുമ്പോൾ രാവിലെ വന്ന് അതായിരിക്കും നമ്മൾ കണി കാണുന്നത്. അതുകൊണ്ട് ഒന്ന് തൂത്തുവാരി വൃത്തിയൊക്കെ ആക്കിയിട്ടതിന് ശേഷം നമ്മുടെ ചിക്കൻ കറി ബാലൻസ് ഇരിപ്പുണ്ട്. അതൊന്നും കൂടി ഞാനൊന്ന് ചൂടാക്കി വെക്കുന്നുണ്ട് ചീത്തയായി പോവാതിരിക്കാൻ വേണ്ടി. എന്നിട്ടൊരു പാത്രം എടുത്ത് തന്നെ മുകളിൽ അടച്ചൊക്കെ വെച്ചതിന് ശേഷം പോയി കിടക്കാമെന്ന് വെച്ചു. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അടുത്ത വീഡിയോ കാണുന്നതായിരിക്കും. ടാറ്റാ, സീ യു.